ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിതിനാണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പിൽ കണ്ടതുപോലെ തന്നെ ഒരു ക്രെഡ് ആപ്പിനെ കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രെഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്രെഡ് അറിയാവുന്ന കുറേ ആളുകളുണ്ട്, എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ക്രെഡ് ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ക്രെഡ് ആപ്പിൻ്റെ ഈ ഒരു ഡിസൈനിൽ പിന്നെ തന്നെ ഒരു മലയാളിയാണ്. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ തന്നെയാണ്, അതായത് മലയാളിയേഷനാണ് പുള്ളിക്കാരൻ. ഹരീഷ് ശിവരാമകൃഷ്ണൻ, എല്ലാവർക്കും അറിയാവുന്ന പുള്ളിക്കാരനെ അറിയാവുന്നതാണ്. പുള്ളിക്കാരനാണ് നമ്മുടെ ക്രെഡ് ആപ്പിൻ്റെ ഡിസൈൻ ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രെഡ് ആപ്പ് വെച്ച് നമുക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അതായത് ഈ ക്രെഡ് വെച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് നോക്കാം, ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റാസ് എല്ലാം ഇതിൽ നമുക്ക് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് 5 lakh വരെ നമുക്ക് ഇതൊന്ന് ലോൺ നേടാമെന്നുള്ളൊരു ഓപ്ഷനോട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ വേറെ പേപ്പർ വർക്കുകളോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. അതേപോലെ ഡയറക്റ്റ് ബാങ്കിലേക്ക് പോകേണ്ടി വരുന്നില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം ഓൾറെഡി നമ്മൾ ഈ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ആഡായിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അതുമാത്രമല്ല, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വേണമെങ്കിൽ എമൗണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വലിക്കാവുന്നതാണ്. ഒരു റെൻഡഡ് മെത്തേഡായിട്ടാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ പേഴ്സണൽ വേറെ അക്കൗണ്ടിലെ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇപ്പം റെൻ്റായിട്ട് ആർക്കെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എമൗണ്ട് കൊടുക്കാം. അങ്ങനെ അതായത് ഒരു ഹ്യൂജ് എമൗണ്ട്, ഒരു ചെറിയൊരു എമൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1% നമുക്ക് ഇതിലേക്ക് ചിലപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് അവർ പിടിക്കുന്നുണ്ടാവും. ഇതല്ലെങ്കിൽ ക്രെഡ് അല്ലെങ്കിൽ 2-3 വഴികൾ വേറെയുണ്ട്. വേറെ പല ആപ്പുകൾ വഴി നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ വരും വീഡിയോയിൽ വേറെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രെഡ് വഴി നമ്മൾ എമൗണ്ട് അടയ്ക്കുന്ന സമയങ്ങളിൽ നമുക്ക് കുറേ റിവാർഡ് പോയിൻറ്റ്സ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു 5000 അപ്പോൾ മുകളിലേക്ക് നമുക്കിങ്ങനെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഈ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന, അതിൽ കാണിച്ചിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റോ സാധനങ്ങളോ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, എങ്കിലും ചില സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കുള്ള റിവാർഡ് പോയിൻറ്റുകൾ കാണാം. ഈ റിവാർഡ് പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ ഇതിൽ നമുക്ക് മേടിക്കാവുന്നതാണ്, അവരുടെ സ്റ്റോറിൽ പോയിട്ട് മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്കെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുവഴി നമുക്ക് നിങ്ങളുടെ ബില്ലും കാര്യങ്ങളും എല്ലാം ഇത് കൂടെ അടച്ചു പോകുന്നതാണ്. അത് കറക്റ്റായിട്ട് അടയ്ക്കേണ്ട ബില്ലിൻ്റെ ആകുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വാട്സപ്പ് വഴി നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ മെയിലിലേക്കും വരുന്നതാണ്. ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ ബില്ല് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഇതേമുള്ള ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോ പേ ഓപ്ഷൻ ലോൺ ആണെങ്കിൽ ചിലപ്പം അവിടെ നിന്നും അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും. അതേപോലെ നമ്മൾ ഇവിടെ നിന്നും ചെയ്യുമ്പോൾ എമൗണ്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ നിന്നും ബില്ലടയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാർഡിനകത്ത് കയറിയിട്ട് ഈ മാക്സ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് പേ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും എത്രയാണോ എമൗണ്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പേരും അടിച്ചതിന് ശേഷം നേരെ നമ്മുടെ ഏത് അക്കൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എമൗണ്ട് അടിച്ചിട്ടുണ്ട്. അത് എമൗണ്ടിൽ
എൻ്റെ പേര് ജിതിൻ. അപ്പോൾ ജിതിൻ എന്നുള്ള പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പറും റീ അക്കൗണ്ട് നമ്പരും കൊടുത്ത് എഫ് സി കോഡും കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഹ്യൂജ് എമൗണ്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഈ മാസത്തിൽ അപ്പോൾ കൂടുതൽ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും നമുക്ക് ഈ എമൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നേരെ ബാക്ക് എടുത്തതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസ് റെൻ്റായിട്ടോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഓഫീസ് റെൻറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അങ്ങനെ പലതരത്തിലുള്ള എമൗണ്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതൊക്കെ മെയിനായിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ നല്ലത് ഈ ഒരു ഹൗസ് റെൻ്റ് എന്നുള്ള രീതിയിലേക്കും കൊടുക്കുന്നതായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കാർഡുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നൗ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണ് ക്രെഡിറ്റ് സ്കോർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചു തരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ വേറെ ഫ്രണ്ട്സിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് നമുക്ക് ചെറിയ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറെ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള റിവാർഡ് പോയിൻറ്റുകളുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും സംശയമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീഡ് ആപ്പിൽ സെക്യൂരിറ്റി ഉണ്ടോയെന്നാണ്. അതായത് നിലവിൽ ക്രീഡ് ആപ്പിൽ യാതൊരുവിധ സെക്യൂരിറ്റി പ്രോബ്ലംസും ഇല്ല. അത് വെച്ച് കഴിഞ്ഞാൽ ക്രീഡ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിലിലേക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നൊരു ഇതുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇതുവരെ ക്രീഡ് പ്രൊട്ടക്റ്റ് എന്നുള്ളത് ഞാൻ ഓപ്ഷൻ ഓണാക്കി കൊടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ക്രെഡ് വെച്ചിട്ടില്ല. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയർ മുകളിലേക്ക് ഞാൻ ഇത് യൂസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു ക്രെഡ് വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോയും കാര്യങ്ങളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.